ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദൃശ്യം 3 മൂവിയുടെ റിവ്യൂ ആണ്. ദൃശ്യം 3 വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. ദൃശ്യം 1 ആണെങ്കിലും ദൃശ്യം 2 ആണെങ്കിലും അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ടാണ് ദൃശ്യം 2 റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ വലിയ ട്വിസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ദൃശ്യം 1 കണ്ടു കഴിഞ്ഞു. നോർമലി അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങുമ്പോൾ ദൃശ്യം 2 അത്ര അധികം നന്നാവാറില്ല നോർമലി. പക്ഷേ ദൃശ്യം 2 ദൃശ്യം 1നോട് കിടപിടിക്കുന്ന തരത്തിലുള്ള അതേ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു മൂവിയായിരുന്നു ദൃശ്യം 2. അതിലാ പോലീസായിട്ട് വന്നിട്ടുള്ള ട്വിസ്റ്റ് ഗംഭീരം. അത് ഭയങ്കര വേ എബവ് എക്സ്പെക്റ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദൃശ്യം 3ലോട്ട് കടക്കുമ്പോൾ ഇതുപോലെയുള്ള ട്വിസ്റ്റുകൾ ഒരുപാടുണ്ടെങ്കിലും ആ ട്വിസ്റ്റെല്ലാം തന്നെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ആഡ് ചെയ്ത പോലെ നമുക്ക് തോന്നും. അതേപോലെയാണ് ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, ദൃശ്യം 1ൻ്റെയും 2ൻ്റെയും ഉള്ളിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ അതിനകത്ത് വരുന്ന ട്വിസ്റ്റ് കുറേയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകളായിരുന്നു. പിന്നെ കുറേയെല്ലാം അത് ഒരുമാതിരി ട്വിസ്റ്റായിപ്പോയി. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ സിനിമ തിയേറ്ററെല്ലാം വളരെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയതും അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നമുക്ക് ആ സിനിമ കാണാനായിട്ട് പറ്റിയത്. എന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ആ സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്നിട്ടുള്ളതും അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല സെക്കൻഡ് ഹാഫിൽ മെയിനായിട്ട്. ഫസ്റ്റ് ഹാഫ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വരും എന്ന്. അതിനകത്ത് വരുന്ന ആ ട്വിസ്റ്റുകളിൽ തന്നെയും കുറേ ട്വിസ്റ്റ് ഉണ്ട്. അതെല്ലാം വളരെ അൺനെസസറി ആയിട്ട് തോന്നി. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ബേസിക്കലി ഒരു ദൃശ്യം 4 കാണാനുള്ള ഒരു താല്പര്യത എനിക്കെന്തായാലും നഷ്ടപ്പെട്ടു. ഇത് നമ്മളെ ഒരു കാര്യം തന്നെ ഒരേപോലെ കുറേ പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ നല്ല രീതിയിലത് ബോറടിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തിയേറ്റർ ഹൗസ്ഫുള്ളാണ്, ആളുകളെല്ലാം നിറഞ്ഞ് കാണാൻ വരുന്നുണ്ട്. എങ്കിൽ പോലും അത്